ദഹനകാലം 5-ാം ഞായർ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തളർവാദ രോഗിയുടെ സൗഖ്യം. യേശു ചെല്ലുന്നിടത്തൊക്കെ വലിയ ജനത്തിരക്കായിരുന്നു. ഇന്നും ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ശബ്ദം അനേകരെ ആകർഷിക്കുന്നു. പക്ഷേ കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ ബഹുഭൂരിപക്ഷവും പരാജയപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു കഫർനാമിലെ ഒരു വീട്ടിലായിരുന്നുവെന്ന് നാം വായിക്കുന്നു. ആ വീട് മിക്കവാറും പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീടായിരുന്നിരിക്കണം. യേശു ഉണ്ടെന്നറിഞ്ഞ് അവിടെ വന്നുകൂടിയ ജനത്തിരക്ക് മൂലം ഒരു തളർവാദ രോഗിയെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കരുണയെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും ഒക്കെയാണ് അവന്റെ പ്രബോധനങ്ങളുടെ ഉള്ളടക്കമെങ്കിലും അത് ലവലേശം പോലും ശ്രോതാക്കളിൽ ഉണ്ടായിരുന്നില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമൊന്നും ആവശ്യമില്ല. തളർന്ന അവശനായ ഒരു രോഗിയെയാണ് കൊണ്ടുവന്നിരുന്ന അറിഞ്ഞിട്ടും അവനു വേണ്ടി 1 ഇഞ്ച് സ്ഥലം പോലും മാറിക്കൊടുക്കാൻ കഴിയാത്തവണ്ണം അത്രയേറെ സ്വാർത്ഥരായിരുന്നു ആ ജനക്കൂട്ടം. എന്നാൽ ആ കൂരാക്കൂരിട്ടിൽ ഒരു നുറുങ്ങുവെട്ടം എന്ന പോലെ മനുഷ്യത്വം നഷ്ടപ്പെടാത്ത 4 പേർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആ രോഗി അവരുടെ ആരുമല്ലാതായിരിക്കെ നന്മ ചെയ്യുന്നിടത്ത് തടസ്സമായി നിൽക്കുന്ന എല്ലാ വൈതരണികളെയും മറികടക്കാനുള്ള സന്മനസ്സും ശക്തമായ വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാനുള്ള നമ്മുടെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും വ്യർത്ഥമല്ല എന്ന് പല പ്രാവശ്യം യേശു തെളിയിച്ചിട്ടുള്ളതാണ്. മർക്കോസ് 5:21-43, 9:23-24, 10:52. തളർവാദ രോഗിയോട് ആ 4 പേർ പ്രവർത്തിച്ച വിശ്വാസം യേശുവിനെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. യേശു ഇരിക്കുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ അവർ രോഗിയെ യേശുവിന്റെ മുന്നിലേക്ക് ഇറക്കുന്നു. ഇതെങ്ങനെ അവർ സാധ്യമാക്കി എന്നത് പിടികിട്ടാത്ത ഒരു ചോദ്യമാണ്. ആവശ്യക്കാരന്റെ മുന്നിൽ ഔചിത്യം ഒരു തടസ്സമാകില്ലല്ലോ. അതിന് ഹൃദയാർത്ഥതയും അചഞ്ചലമായ വിശ്വാസവും നിശ്ചയദാർഢ്യവും വേണം. ഇത് കണ്ട് അവൻ പറഞ്ഞു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗസൗഖ്യത്തിന്റെ 1-ാം ഘട്ടമായിരുന്നു അത്. ശരീരത്തിലെ തളർവാദത്തേക്കാൾ ഭീകരമാണ് മനസ്സിലെ തളർവാദം എന്ന ഒരു പ്രഖ്യാപനവുമാണിത്. മാനസിക തളർച്ചയുടെ തുടർച്ചയാകാം ശരീരത്തിന്റെ തളർവാദം. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവരെ ഭയപ്പെടേണ്ട, ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ. മത്തായി 10:28. ആരോഗ്യമുള്ളവരെന്ന് അഹങ്കരിച്ചിരുന്ന അവരുടെ കൂടെ ഇരുന്നവരുടെ പൊയ്മുഖം അഴിച്ചു മാറ്റാനുള്ള ഒരു ഉപാധിയും കൂടിയായിരുന്നു രോഗിയുടെ ആത്മാവിന് നൽകിയ ഈ സൗഖ്യം. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന കഠിന ഹൃദയരായ അവർക്ക് നൽകാനുള്ള തുടർ പഠനത്തിന്റെ മുഖവുരയുമായിരുന്നു അത്. വഴി നടക്കാൻ പോലും അസാധ്യമാകാനുള്ള അവന്റെ ജനസമ്മതിയുടെ രഹസ്യം അവനിൽ നിന്ന് നിർഗളിക്കുന്ന സ്വർഗീയമായ വാക്കുകളായിരുന്നു. അവന്റെ വാക്കുകൾ വെറും അക്ഷരങ്ങളോ ഒച്ചയോ ശബ്ദകോലാഹലങ്ങളോ അല്ലായിരുന്നു. വാചകങ്ങൾ പ്രവൃത്തി പദത്തിലെത്തുന്നതിനെയാണ് വചനം എന്ന് പറയുക. അത് ആത്മാവും ജീവനുമാണ്. അത് മനുഷ്യന്റെ ഉള്ളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഹൃദയവിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നവയാണ്. ഹെബ്രായർ 4:12-13. എന്നാൽ അവിടെ കൂടിയിരുന്ന നേജ്ഞർ തങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ കഠിനമാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഉള്ളിൽ പറഞ്ഞു, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ കഴിയുക? സങ്കീർത്തനങ്ങൾ 51:1. അവരുടെ ഉള്ളിലെ ഈ ചിന്തകൾ യേശു അറിഞ്ഞു. ദൈവത്തിനു മാത്രമാണ് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകൾ അറിയാവുന്നത്. 1 സാമുവേൽ 16:7, 1 രാജാക്കന്മാർ 8:39. യേശു ദൈവദൂഷണം പറയുന്നു എന്നാണ് അവരുടെ ആരോപണം. യേശയ്യാ 44:6. ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ കുറ്റകൃത്യമായിരുന്നു ദൈവദൂഷണം. അവൻ വധിക്കപ്പെടണം. ലേവ്യർ 24:16. യേശുവിന്റെ മരണവിധിക്ക് പ്രധാന ആരോപണമായിരുന്നതും ദൈവനിന്ദയായിരുന്നുവല്ലോ. മർക്കോസ് 14:60-64. നിയമങ്ങൾക്ക് കുറേയേറെ വ്യാഖ്യാനങ്ങൾ നൽകുക എന്നതിനേക്കാൾ വലിയ പ്രാധാന്യമൊന്നും നിയമപഠനം കൊണ്ട് നിയമജ്ഞർ ഹൃദ്യസ്ഥമാക്കിയിരുന്നില്ല. യാതൊരു ദൈവാനുഭവവും ഇല്ലാതെ ദൈവവചനം പ്രഘോഷിക്കുന്ന കപടഭക്തന്മാരുടെ പ്രതിനിധികളാണവർ. എന്നാൽ നിയമത്തിന്റെ ഉടയവനായ യേശുവിനറിയാം നിയമത്തിന്റെ യഥാർത്ഥ ചൈതന്യം എന്താണെന്ന്. നിരന്തരം നിയമലംഘനം നടത്തുന്നതെന്ന് ആരോപിക്കപ്പെടുന്ന താൻ
ദൈവത്തിന് മാത്രം അനുവദനീയമായ പാപങ്ങൾ മോചിക്കുന്നവനുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവരോട് ചോദിക്കുന്നു. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നത് മനുഷ്യനേത്രങ്ങൾക്ക് കാണാനോ തിരിച്ചറിയാനോ കഴിയുന്ന ഒന്നല്ല. അത് ആന്തരിക വിഷയമാണ്. പക്ഷേ മനുഷ്യപുത്രനായ തനിക്ക് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ആ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ദുഷ്കരണം എന്ന് കരുതുന്ന ശാരീരിക സൗഖ്യം നൽകാൻ യേശുവിന് കഴിഞ്ഞുവെങ്കിൽ അവന്റെ ആത്മാവിന് സൗഖ്യം നൽകാനും അവന് കഴിയും എന്ന് തെളിയിക്കുകയാണ് യേശു. അവന്റെ ആജ്ഞ കേട്ടതും ആ തളർവാദ രോഗി എല്ലാവരും കാണുകെ അവൻ കിടന്നിരുന്ന കട്ടിലെടുത്ത് വീട്ടിലേക്ക് നടന്നു. മറ്റുള്ളവരുടെ ആശ്രയത്വത്തിൽ വന്നവൻ ഇനി സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജീവിക്കാൻ പ്രാപ്തനായി തിരികെ പോകുന്നു. പാരാത്മ ജീവികളല്ല സുവിശേഷകന്മാർ. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാനും പാടില്ല. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപ്പകൽ ഞങ്ങൾ അധ്വാനിച്ചു. തെസ്സലോനിക്ക 2:9. ആ അത്ഭുതം കണ്ടപ്പോൾ അവിടെ കൂടിയ പലരുടെയും ആത്മീയ തളർവാദവും സുഖപ്പെട്ടു. ഇതുപോലെ ഒന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ മഹത്വം അനവരതം ഏറ്റുപറയുന്ന സ്ഥലം സ്വർഗമാണ്. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. വിശ്വാസത്തിന്റെ അകക്കണ്ണുകൾ തുറന്നു നോക്കിയാൽ നമുക്ക് ചുറ്റും നടക്കുന്ന ദൈവസുസ്തർഹമായ അനേകം ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. നമ്മുടെ വചനപാരായണവും വചനശ്രവണവും വചനപ്രഘോഷണവും ഉപരിപ്ലവമായ വെറും ചടങ്ങുകൾ മാത്രമായിരുന്നതിനാലാണ് ഫരിസേയ തലത്തിൽ നിന്ന് ഉയരാൻ നമുക്ക് കഴിയാതെ പോകുന്നത്.